കോഴിക്കോട് കൂടരഞ്ഞി പുഷ്പഗിരി സ്വദേശികൾ കോടികളുടെ വിസ തട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് പ്രതികളുടെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി തട്ടിപ്പിൽ വഞ്ചിതരായവർ. സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്ന് വഞ്ചിക്കപ്പെട്ട നൂറുകണക്കിന് ആളുകളാണ് പ്രതിഷേധിച്ചത്. പ്രതികളിൽ നിന്ന് തങ്ങൾക്ക് നഷ്ടപ്പെട്ട തുക എത്രയും പെട്ടെന്ന് ലഭിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. കോഴിക്കോട് പന്തീരങ്കാവിൽ ഫ്ലീജൻ ഓവർസീസ് എന്ന സ്ഥാപനം നടത്തുന്ന കൂമ്പാറ പുഷ്പഗിരി സ്വദേശി ജനൽ ചാക്കോ, സഹോദരൻ ജെയിൻ ചാക്കോ എന്നിവരാണ് തട്ടിപ്പ് നടത്തിയതെന്നാണ് പരാതിയിൽ പറയുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് തട്ടിപ്പിനിരയായത്. പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും തങ്ങളുടെ പണം തിരികെ ലഭിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം ചെയ്തത്. തികച്ചും വേറിട്ട രീതിയിലായിരുന്നു ഇവരുടെ പ്രതിഷേധം. നാട്ടുകാരെ സൂക്ഷിക്കുക, ഇവർ കോടികളുടെ തട്ടിപ്പുകാരാണ് തുടങ്ങി പ്രതികളുടെ ചിത്രം സഹിതം അച്ചടിച്ച നോട്ടീസുകളുമായാണ് തട്ടിപ്പിനിരയായവർ കൂമ്പാറ പുഷ്പഗിരിയിലെ പ്രതികളുടെ വീട്ടിനു മുന്നിൽ എത്തിയത്. ഇവരിൽ പലരും കടം വാങ്ങിയാണ് വിസക്കായുള്ള തുക നൽകിയത്. ഏറെ വൈകിയാണ് തങ്ങൾ കബളിപ്പിക്കപ്പെട്ടതായി ഇവർ തിരിച്ചറിഞ്ഞത്. ഞങ്ങൾ വരുന്നത് കൊച്ചിയിൽ നിന്നാണ്. ഞങ്ങളുടെ ഒരു ജോലിയുടെ ആവശ്യമായിട്ട് ജെയിനക്ക് എന്ന് പറയുന്ന രണ്ടുപേരുടെ പേരിൽ പൈസ കൊടുത്തിരുന്നു. ആ പൈസ ഞങ്ങൾക്ക് ജോലിയുടെ കാര്യം ശരിയായിട്ടില്ല. ആ പൈസ ഞങ്ങൾക്ക് ഇതുവരെ തിരിച്ചു കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കൊച്ചിയിൽ നിന്ന് വന്നേക്കണാണ്. ഞങ്ങൾ 10ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഇവിടെ വരുന്നത്. ഞങ്ങൾ 4 പേരുടെ പൈസ ഒരു 16 ലക്ഷം രൂപയോളം ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്ത് കംപ്ലൈന്റ് കൊടുത്തിരുന്നു. പക്ഷെ അവരുടെ ഭാഗത്ത് നിന്ന് അനുകൂലമായ ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ ഒരു 2.5 കോടിയിൽ മേലെ അധികമുള്ള തട്ടിപ്പാണ് നടത്തിയത്. ഫ്ലീഗൻ എന്ന് പറഞ്ഞ ഒരു ഏജൻസിക്കാണ് കൊടുത്തത്. അത് പന്തീരങ്കാവ് ഹൈലൈറ്റ് ബിസിനസ് പാർക്കിലാണ്. ആ ഏജൻസി ഇപ്പം പൂട്ടിയിട്ടുണ്ട്. ജനങ്ങൾക്ക് നീതി കിട്ടണം. ഞങ്ങൾക്ക് വേണ്ടത് നീതിയാണ്, അല്ലാതെ ഞങ്ങൾ ഒരു അക്രമത്തിനോ വേറെ ഒന്നിനോ ഞങ്ങൾ മുന്നിട്ട് എത്തിയിരുന്നില്ല. പോളണ്ടിലേക്ക് വിസ തരാമെന്ന് പറഞ്ഞിട്ടാണ് പൈസ കൊടുത്തത്. പക്ഷെ ഇതുവരെ പോളണ്ടിലേക്ക് വിസയും കിട്ടിയില്ല, ഞങ്ങൾ കൊടുത്ത പൈസയും തിരിച്ചു കിട്ടിയില്ല. പിന്നെ പൈസ കിട്ടുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും. വിദേശത്ത് ഉയർന്ന ജോലി വാഗ്ദാനം ചെയ്താണ് ഇവർ തങ്ങളെ കബളിപ്പിച്ചതെന്നാണ് പരാതിക്കാർ പറയുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.